വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന 118 സങ്കീർത്തനം 22 വാക്യത്തിലെ പ്രസ്താവന പുതിയ നിയമത്തിൽ ഏതാണ്ട് 5 ഇടങ്ങളിലായി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. തള്ളിക്കളയുക എന്നതിന് അംഗീകരിക്കാതിരിക്കുക, വെറുക്കുക, നിരസിക്കുക, ഉപേക്ഷിക്കുക എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ഇത് അംഗീകാരത്തിൻ്റെയും സ്വീകാര്യതയുടെയും വിപരീതമാണ്. നാം ആയിരിക്കുന്നയിടത്തും നാം ചെല്ലുന്നയിടത്തും നമുക്ക് അംഗീകാരവും സ്വീകാര്യതയും ലഭിപ്പാൻ നാം ആഗ്രഹിക്കുന്നു. അത് വളരെ സ്വാഭാവികം. എന്നാൽ അതേസമയം നമ്മെ മറ്റുള്ളവർ വെറുക്കുകയും നിരസിക്കുകയും ഉപേക്ഷിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നത് നമുക്കാർക്കും ഇഷ്ടമല്ല. ഈ ജീവിതയാത്രയിൽ ചിലപ്പോഴെങ്കിലും നാം തള്ളപ്പെട്ട സ്ഥിതിവിശേഷത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അന്നേരമൊക്കെ എന്തൊന്നില്ലാത്ത ദുഃഖവും പ്രയാസവും ഒക്കെ നാം സഹിച്ചിട്ടുമുണ്ട്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് പോലും പലരാലും തള്ളപ്പെട്ട അവസ്ഥയിൽ ജീവിതം കഴിച്ചുകൂട്ടുന്നവരായിട്ട് ചിലരെങ്കിലും ഉണ്ടാകാം. കുടുംബത്തിൽ നിന്നും, പ്രിയപ്പെട്ടവരിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, വീട്ടുകാരിൽ നിന്നും തള്ളപ്പെട്ടു പോകുന്ന അവസ്ഥ വളരെ ഭയാനകമാണ്. ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിക്കുന്നു, എനിക്ക് മാത്രം ഉണ്ടാകുന്നു എന്ന് ആരെങ്കിലും എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, നാം എല്ലാവരും തള്ളപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നതിന് എത്രയോ മുമ്പ് ഒരു വ്യക്തി ഈ അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവത്രേ. തിരുവചനം ആവർത്തിച്ച് പറഞ്ഞ തള്ളിക്കളയപ്പെട്ട കല്ല് യേശുവായിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് കടന്നു വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ പിതാവാം ദൈവം അവനെ കൈക്കൊണ്ടു. സ്വന്തമായവർ യേശുവിനെ തള്ളിക്കളഞ്ഞെങ്കിലും പുതിയ നിയമസഭയുടെ മൂലക്കല്ലായി പിതാവാം ദൈവം അവനെ മാറ്റുകയുണ്ടായി. ഒരു വീടുപണി ശാസ്ത്രപ്രകാരം ഒരിക്കൽ തള്ളിക്കളഞ്ഞ കല്ലിനെ പിന്നെ ഒരിക്കലും പണിക്കായി ഉപയോഗിക്കില്ല. തള്ളിക്കളഞ്ഞ കല്ലിൻ്റെ സ്ഥാനം പിന്നെ പുറംപറമ്പിലായിരിക്കും. അവിടെ മനുഷ്യൻ്റെ ചവിട്ടും തൊഴിയും കെട്ടിക്കിടക്കും. എന്നാൽ കൃപയുടെ ശാസ്ത്രപ്രകാരം ദൈവം കൈക്കണ്ട ഒരു വ്യക്തിയെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ദൈവം തള്ളിക്കളയുകയില്ല എന്ന് മാത്രമല്ല, ആ വ്യക്തിയെ മാന്യതയുടെയും ബഹുമാനത്തിൻ്റെയും സ്വീകാര്യതയുടെയും പട്ടമണിഞ്ഞ് മഹത്വാനായി തീർക്കും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ. ഇത് കർത്താവിനാൽ സംഭവിച്ചു. ആൻഡ് ഇറ്റ് ഈസ് വണ്ടർഫുൾ ഇൻ അവർ ഐസ്. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഹാവ് എ പ്ലസന്റ് ഡേ.